ഇന്ത്യയുടെ T20 ലോകകപ്പ് 2026 കിരീട നേട്ടത്തിൽ സഞ്ജുവിന്റെ പങ്കും വലുതായിരുന്നു. ലോകകപ്പിലെ തന്റെ അവസാന 3 ഇന്നിംഗ്സുകളിൽ യഥാക്രമം 96, 89, 89 എന്നിങ്ങനെ തകർപ്പൻ സ്കോറുകൾ നേടി സഞ്ജു തിളങ്ങിയിരുന്നു. ഇതുവരെ കളിച്ച 62 T20കളിൽ നിന്നും 1399 റൺസും സഞ്ജു നേടിയിട്ടുണ്ട്. എന്നാൽ ഓപ്പണിംഗിലേക്ക് ഒരു ഇടംകൈയൻ അത്ഭുതബാലൻ എത്തുമ്പോൾ ടീമിലെ ഇടംകൈയൻ വലംകൈയൻ കോമ്പിനേഷൻ നിലനിർത്താൻ ടീം മാനേജ്മെന്റ് താൽപര്യപ്പെട്ടേക്കാം. ഇത് സഞ്ജുവിനെ പ്ലേയിങ് 11 നിന്ന് പുറത്തിരുത്താനോ അല്ലെങ്കിൽ മധ്യനിരയിലേക്ക് മാറ്റാനോ കാരണമായേക്കാം. ലോകകപ്പിലൂടെ ഇന്ത്യൻ ടീമിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തിയ മറ്റൊരു ഇടംകൈയൻ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് ഇഷാൻ കിഷൻ. നിലവിൽ ടീമിൽ 3-ാം നമ്പറിലോ ഓപ്പണറായോ ബാറ്റ് ചെയ്യുന്ന ഇഷാന്റെ സ്ഥാനത്തിനാണ് വൈഭവ് മറ്റൊരു വില്ലനാകുന്നത്. ഇതുവരെ 45 ടീമുകളിൽ നിന്നും 1328 റൺസ് നേടിയിട്ടുള്ള ഇഷാൻ മികച്ച കളിക്കാരനാണെങ്കിലും സ്ഥിരതയാർന്ന പ്രകടനം പലപ്പോഴും വെല്ലുവിളിയാണ്. വൈഭവിനെ പോലെ അതിവേഗം റൺസ് സ്കോർ ചെയ്യുന്ന മറ്റൊരു ഇടംകൈയൻ ടോപ്പ് ഓർഡറിൽ സ്ഥാനം ഉറപ്പിക്കുമ്പോൾ ടീമിലെ സന്തുലിതാവസ്ഥയ്ക്കായി ഇഷാൻ കിഷനെ പുറത്തിരുത്തി പകരം ഒരു പ്രോപ്പർ മിഡിൽ ഓർഡർ ബാറ്ററെ കളിപ്പിക്കാൻ ടീം മാനേജ്മെന്റ് തുനിഞ്ഞേക്കാം. ഓൾറൗണ്ടർ ശിവൻ ദുബെയുടെ സമീപകാലത്തെ മോശം ഫോമും ടീമിലെ സ്ഥാനചലനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ടാറ്റ IPL 2026 സീസൺ ശിവൻ ദുബെയെ സംബന്ധിച്ചിടത്തോളം കടുത്ത നിരാശയാണ് സമ്മാനിച്ചത്. ചെന്നൈ സൂപ്പർ കിങ്സിനായി 13 മത്സരങ്ങളിൽ കളിച്ച ദുബെയ്ക്ക് ഒരൊറ്റ അർദ്ധ സെഞ്ചുറി പോലും നേടാനാകാതെ വെറും 270 റൺസ് മാത്രമാണ് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്.